നിങ്ങൾക്ക് വേണമല്ലോ ഗൈസ്. ഇതും പിന്നെ വേറൊരു ഒന്നും പിന്നെ മൂന്ന് വരെ വെച്ചാൽ കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. നമ്പർ ഓൺ പെട്ടെന്ന് പാടാ വിളിച്ച് എന്റെ തല ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ
വന്നേ ഇതാ ആ ഇതാ ഓക്കെ ടെൻഷൻ വേണ്ട അച്ഛൻ്റെയും അമ്മയുടെ കാര്യം നേരത്തെ വേണ്ടി തന്നെ ആലോചിച്ചു അത് വിഷമൊന്ന് പിന്നെ ആലോചിച്ചു കുറച്ചൊന്നും ആലോചിച്ചിരിക്കുന്നതല്ല ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്കറിയാം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണത് പൈസ കേൾക്കട്ടെ അപ്പോ ഒരു കഥ പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ കഥ പറഞ്ഞേ പറ്റും മുഴുവൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പൻ അപ്പുകുമാരി മുതലുള്ളത് കഥ ഞാൻ പറഞ്ഞുതരാം മുഴുവൻ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറ കഥ പറയുന്നത് അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് പറയൂ കമോ ഞങ്ങളുടെ അപ്പനും രണ്ട് ആത്മക്കളായി പത്മനും കുമാരൻ പത്മൻ വെളുത്തു സുന്ദരൻ കുമാരൻ കല്ലിച്ച് ജന്മനാ മന്ദനായിരുന്നു മന്ദൻ ആ അക്കാദമി കാഴ്ചയാണ് ഐ മീൻ ബ്ലൈൻഡൻ അങ്ങനെ കുമാരൻ കല്ലിച്ച്
നിശാഗന്ധി ഓടിച്ചവരുടെ അല്ല നിശാഗന്ധി അമ്മയെ കല്യാണം കഴിച്ചു. അച്ഛൻ പത്മൻ കുഞ്ചിയമ്മയെ കല്യാണം കഴിച്ചു. കുഞ്ചിയമ്മക്ക് എന്റെ മക്കളായിരുന്നല്ലോ. 5 പെണ്ണിനെ കഴിച്ചു. ഞാനായിരുന്നു. കുമാരൻ വലിച്ചനെ 101 മക്കൾ. 101 മക്കൾ 11 മക്കൾ. പിന്നെ നമ്മൾ വളർന്നു വലുതായി. പെട്ടെന്ന് തന്നെ ജോലിയിൽ പോയി ചേച്ചി കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മൾ 5 പേര് ചേച്ചി ഒരു സുഖമായിട്ട് ജീവിച്ചു. പക്ഷേ പ്രശ്നം അവരൊന്നുമല്ലായിരുന്നു. ചീറ്റുകളിലാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത്. പണ്ട് അവൻ നമ്മളായിട്ട് എപ്പോഴും ചീറ്റുകയായിരുന്നു. കളിച്ച് പൈസ സ്ഥലം വെച്ച് വെച്ചിട്ട് പക്ഷെ നമ്മൾ അവസാനം പണയം കൊടുക്കാനൊന്നും കിട്ടില്ല. വാസ്തവങ്ങൾ ചേച്ചിവരെ എന്നോടൊന്നും തോന്നരുത്. പറയുന്നല്ലോ പറയണോ കളി നോക്കൂ. അപ്പൊ നമ്മുടെ അകന്ന ബന്ധു കൃഷ്ണന്മാർ വന്നു അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് ഈ ദിവസം തരുന്ന സാറിന്റെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ നന്ദി കൽപ്പിച്ചു. എന്ത് മതത്തിലുള്ള ഈ രാജ്യത്തെ മഹാഭാരതം മണ്ഡലമാണെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായി തന്നോട് ആരോ മഹാഭാരതത്തെ പിന്നെ ജീ പറയുന്ന പോലെ കുടുംബത്തിന്റെ പേരിൽ ഒരു പോലീസ് കേസും ഇല്ല. ഇതിനൊക്കെ പുറമെ നല്ല ജാതക പരിഭവമുണ്ട്. അതുകൊണ്ട് ഇത് മതി ഇല്ലെങ്കിൽ അതല്ല പിന്നെ അവര് പാരമ്പര്യമായി താമസിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ അയൽക്കാരുടെ ഈ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഞങ്ങൾ അപ്പുറത്തെ മകൾക്ക് വിളിക്കുന്നത് പുതിയ താമസക്കാരും മറ്റും ആരോ പറഞ്ഞു കേട്ടു. നിങ്ങളാണല്ലേ? പക്ഷെ നാടകപുരിക്കാരാണെന്ന് ആരോ പറഞ്ഞത്. അവിടെ നാടകപുരിയുടെ ബസ്സുണ്ട്. നിങ്ങൾക്ക് നാടകപുരിയാണോ? അല്ല, കാലം വെച്ചപ്പോ എന്റെ ചേട്ടൻ കിട്ടിയ ചേര അങ്ങനെ തോന്നി. ചേട്ടന്റെ മക്കൾ ആക്രമിച്ചു. പിന്നെ കൈമാറി ഉണ്ടല്ലേ താമസിക്കാൻ. അതോ തറവാട് കൊടുത്ത് റിസോർട്ടിലോ പണിയാണോ? വെടികൊണ്ട് അമ്മ
ദോശ കൊഴുപ്പ് പോലെ അമ്മ ദോശയ്ക്ക് ഒരു കൊഴുപ്പ് പോലെ പുളിപ്പുണ്ടാക്കാം. ഭയങ്കര പുളിപ്പാണ്, തിന്നാൻ പറ്റൂലേ? നല്ല പുളിപ്പാ. അമ്മ തിന്ന് നോക്ക്. ഇല്ല, അമ്മ വേറെ ദോശ ഉണ്ടാക്കി. ഉടനെ കുട്ടികളുടെ വിവാഹം നിശ്ചയിക്കാനുള്ള ആദ്യം ക്ഷമിക്കുക. സ്മാർട്ട് ഒരു ജോലിക്ക് ഒരു പരിഗണന നക്ഷത്ര ഹോൾസെയിൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് എൻജിഒ എന്ന വിഭാഗം ഈ കൺവെൻഷൻ അതിന് കുറവ് സ്വപ്നങ്ങൾ പക്ഷേ ഇതിന്റെ മണം 2 തവണ കഴിക്കേണ്ടി വരും. അപ്പോൾ ഒരു തവണ ഞാൻ കഴിക്കാം, ഒരു തവണ നീ കഴിക്കും. ശരി, പുതിയ ഫ്രഷ് ശക്തി. ഇത് നീരിന്റെ സ്മെല്ലിനെ 10 വർഷം അകറ്റുന്നു. നീരിന്റെ സ്മെല്ല് പോയല്ലോ. Let's get ready for school.
ഭൂലോകത്തിന്റെ ഏത് കോണയിലായാലും നമുക്ക് നമ്മളെ നാളെ രീതിയില്ല നാട്ടിൽ വരാൻ പറ്റിയോട് പറഞ്ഞു ഞാൻ ദുബായിലേക്ക് ഇതുവരെ ഞാൻ മലയാള സിനിമ വന്നു ഇനി അമ്പലപ്പുറത്ത് ഒരുപാട് നേരം പണ്ട് ഇതിന് മഷ്ടണ്ടായിരുന്നു ഉള്ളിൽ കഴിഞ്ഞ് മഷ്ടങ്ങൾ കുട്ടികളാണ് നമ്മളൊക്കെ വളരാറുണ്ട് നമ്മുടെ ഗോപി ഹംസർക്ക് എന്ത് ചെയ്യുന്നു അവരെ പോയില്ലയോ എപ്പോ അവരിനി കത്തായി ചെന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതില്ലല്ലോ ഞാൻ ഓർമ്മിക്കാൻ പറ്റൂ ആദ്യം മാറ്റാൻ കിട്ടും പിന്നെ പോയി കിട്ടും ഇതേ പോസ്റ്റ് നമ്മുടെ കൂട്ടുകാർക്ക് ആകെ കുഴപ്പം